പാലക്കാട് നെന്മാറയിൽ 17-കാരനെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് കുടുംബം നിയമ നടപടിക്കൊരുങ്ങുന്നു. ചാത്തമംഗലം സ്വദേശി ശിവദാസിന്റെ മകൻ സായൂജിനാണ് മർദ്ദനമേറ്റത്. അതേസമയം ലഹരി പരിശോധന മാത്രമാണ് നടന്നതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. റോഡരികിൽ നിൽക്കുന്ന കുട്ടിയെ പോലീസ് ജീപ്പിനരികിലേക്ക് വിളിച്ചു വരുത്തുന്നതും മുടിയിൽ പിടിച്ച് തല ഉള്ളിലേക്ക് വലിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. ജീപ്പിനുള്ളിലേക്ക് വലിച്ചു പിടിച്ച് മുഖത്തും ചെവിയിലുമാണ് പോലീസ് മർദ്ദിച്ചതെന്ന് സായൂജ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് പോലും പറയാതെയായിരുന്നു മർദ്ദനമെന്നും സായൂജ് വ്യക്തമാക്കി. ഞാൻ ഒരു ഫോഗ് ലാമ്പ് വാങ്ങാൻ വേണ്ടി കടയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആ നോക്കിയിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ നിന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലുള്ള ആൾ ഇങ്ങനെ അടുത്തേക്ക് പോയതും മറ്റേ മുടി പിടിച്ച് വലിച്ചങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് തല്ലി. അവിടെ ഫുൾ തല്ലി, മുഖത്ത് നല്ല ഇടിച്ചിട്ട് പിന്നെ ഒന്ന് നിർത്തിയിട്ട് പിന്നെ ഇടിച്ചിട്ട് പിന്നെ മാറി ബാക്കി വന്നു. അപ്പോൾ അവർ ലാത്തി എടുത്ത് കുത്താൻ വന്നു. ലാത്തി ഇങ്ങനെ എടുത്തിട്ട് അപ്പോഴേക്കും പിന്നെ മാറി എന്നെ പോയി. മർദ്ദനമേറ്റ സായൂജ് നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ലഹരി പരിശോധനയുടെ ഭാഗമായാണ് സായൂജിനെ വിളിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇതു സംബന്ധിച്ച് ഒന്നും ചോദിക്കാതെ മർദ്ദിച്ച ശേഷം അവിടെ നിന്നും ഓടിക്കുകയായിരുന്നുവെന്ന് സായൂജിന്റെ പിതാവ് ശിവദാസ് പറഞ്ഞു. ഒന്നും ചോദിച്ചൊന്നുമില്ല. അവനെ കൊണ്ട് എന്താ നിന്റെ പേരെന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. ചുമ്മാ വന്ന് ഇടിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് വരുന്നത് ഈ മുടി മാത്രം ആൾക്ക്, അതൊരു ഇപ്പോഴത്തെ മക്കളുടെ ട്രെൻഡാണ്. ഞാൻ എപ്പോഴും ചീത്ത പറയാറുമുണ്ട്. പക്ഷേ ആ SIക്ക് ഇപ്പോൾ ഈ കഞ്ചാവ് കേസിട്ട് പിള്ളേരാന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, അവർ അങ്ങനെ പറയുന്നത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ശിവദാസ് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സായൂജിന്റെ കുടുംബം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.